വെറുതെ കുറെ വാടി വെച്ച് നിങ്ങൾ പഠിക്കണ്ട, വെറുതെ കുറെ വാടി വെച്ച് നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ സ്കില്ല് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിദ്യാഭ്യാസം, ഒന്ന് വൺ വേൾഡ് എഡ്യൂക്കേഷനും രണ്ടാമത്തത് ഓൺ വേൾഡ് എഡ്യൂക്കേഷനും. വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡിഗ്രിക്കാരെ എത്ര ആൾക്കാരുണ്ട്? ഡിഗ്രിക്കാര് എല്ലാവരും ഡിഗ്രിക്കാരാ? അപ്പൊ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന മുഴുവൻ ആൾക്കാരും ഫുള്ള് മാർക്ക് വാങ്ങുക, ഈ പ്ലസ് ടു പഠിക്കുന്ന എല്ലാ കുട്ടികളും ഫുള്ള് എ പ്ലസ് വാങ്ങുക, ഒരു ക്ലാസ്സിലെ മുഴുവൻ ആളുകളും ഈ നെഹ്റു വരെ പോലെ പഠിക്കുക, സൊറഫ് വരെ പോലെ പഠിക്കുക. ഇതിന് വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആണ്. ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരെ കഴിവനുസരിച്ച് പഠിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇസ്ലാമില് നമ്മളെ പണ്ഡിതന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കുക. വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ പണ്ഡിതന്മാരെ റസൂലൊക്കെ പ്രോത്സാഹിപ്പിച്ചതെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ ഗ്രന്ഥം ഉണ്ടാവുള്ളൂ, ഏത്? പക്ഷെ ഓരോരുത്തരും അവരവരെ സ്കില്ല് കണ്ടെത്തി ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ആത്മീയത കണ്ടെത്തിയ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള അറിയപ്പെടുന്ന കുറെ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആൾക്കാർ തഫ്സീറിലേക്ക് അവരെ സ്കില്ല് കൊണ്ടുപോയപ്പോൾ ഒരുപാട് തഫ്സീറുകളുണ്ട്. ഇമാം മുസ്ലിം തങ്ങളെ പോലുള്ള ആൾക്കാർ ഹദീസിലേക്ക് അവർ സ്കില്ല് കൊണ്ടുപോയപ്പോൾ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടായി, അല്ലെ? ബഹുമാനപ്പെട്ട നബവി ഇമാമിനെ പോലെയുള്ള ഷാഫി ഇമാമിനെ പോലെയുള്ള ആൾക്കാർ ഫിഖിഹിലേക്ക് അവരെ സ്കില്ല് എന്തെങ്കിലും കൊണ്ടുപോയ സമയത്ത് അവിടെ അവർക്ക് എന്ത് ചെയ്തു? ഒരുപാട് ഫിഖിഹി ഗ്രന്ഥങ്ങൾ. ഇമാം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പോലുള്ള ആൾക്കാർ അഖീദയിലേക്ക് അവർ സ്കില്ല് കൊണ്ടുപോയപ്പോൾ ഒരുപാട് അഖീദ ഗ്രന്ഥങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മറ്റുള്ളവരെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കണം. നിങ്ങൾ നിങ്ങളെ പോലെ